ഈ വീഡിയോയിൽ ഒരു ഫ്രെയിം ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നോക്കാം. ഓക്കെ, നമ്മൾ അതിന് യൂസ് ചെയ്യാൻ പോകുന്ന ഇമേജ് ഇതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഇമേജിനെ ഓപ്പൺ ചെയ്ത് അകത്ത് കൊണ്ടുവരാൻ പോവാണ്. സോ ദിസ് എ ഇമേജ്. ഈ ഇമേജിന്റെ അകത്ത് നമുക്ക് ഇതൊരു ടി ക്ലാസ് ആണ്. ഇതിന്റെ അകത്താണ് നമ്മൾ ഫ്രെയിം ടൂൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഈ ഇമേജിനെ അൺലോക്ക് ചെയ്തിട്ട് ഞാൻ ഒരു കൺട്രോൾ ജെ കൊടുത്ത് അതിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് വെക്കുകയാണ്. ഓക്കെ, കൺട്രോൾ ജെ. സോ ഐ വിൽ ഗെറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ലൈക്ക് ദാറ്റ്. ഇപ്പൊ ഇതാണ് ഫ്രെയിം ടൂൾ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിം ടൂൾ. ഈ ഫ്രെയിം ടൂളില് നമുക്ക് ജസ്റ്റ് റെക്ടാങ്കുലറും ഉണ്ട്, അതുപോലെ റൗണ്ടും ഉണ്ട് നമുക്ക്. ഓക്കെ, നമുക്ക് ഏത് വേണമെങ്കിലും നമ്മൾ യൂസ് ചെയ്തോളാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ റൗണ്ട് ആണ്, റൗണ്ട് ഷേപ്പ് ടൂൾ ആണ്. റൗണ്ട് ഫ്രെയിം ടൂൾ ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ജസ്റ്റ് നമ്മൾ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണോ ആവശ്യം അതിനെ ഒന്ന് ടിക്ക് ചെയ്തോളുക. ഓക്കെ, ടിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പോകണം, ആ ഇമേജിനെ പ്രോപ്പറായി എനിക്ക് ഈ ടി ക്ലാസിന്റെ അകത്ത് ഈ പറഞ്ഞ ഈ ടി ഇരിക്കുന്ന ഏരിയയിൽ ഞാൻ ഇന്നൊരു ഇമേജിനെ കൊണ്ടൊന്ന് മെർജ് ചെയ്യാൻ പോവാണ് ഈ ഫ്രെയിം ടൂളിനെ യൂസ് ചെയ്ത്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഫ്രെയിമിന് എവിടെയാണ് ഇത് വരേണ്ടത് കാര്യം കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് ഈ ടി ക്ലാസിന്റെ അകത്താണ് ഇത് വരേണ്ടത്. ആ പ്രോപ്പറായിട്ട് നമ്മൾ മെർജ് ചെയ്യാൻ പോകുന്ന ഇമേജ്. സോ അതിന് ഏറ്റതുപോലെ ഞാൻ പ്രോപ്പറായിട്ട് ആ ഫ്രെയിം സെറ്റ് ചെയ്യാണ്. വൺസ് ഇത് സെറ്റ് ചെയ്തതിനു ശേഷം സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മളൊരു ഇമേജിനെ, ഏത് ഇമേജാണ് ഇപ്പൊ ഈ ഇമേജ്, ഈ ഒരു നാച്ചുറൽ ഇമേജ് ആണ് ഞാൻ അകത്ത് കൊണ്ടുവരേണ്ടത്. അതിനെ അങ്ങനെ ക്രാക്ക് ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ടൊന്ന് മെർജ് ചെയ്യാനുള്ള കാര്യമുള്ളൂ. സിമ്പിൾ. സി, നമുക്ക് ആ ഇമേജ് ആ പർട്ടിക്കുലർ ക്ലാസിന്റെ അകത്ത് മെർജ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിം ടൂൾ യൂസ് ചെയ്യേണ്ടത്.